പാനമഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. മാർച്ച് 9 ആരംഭിക്കുന്ന ഉത്സവാഘോഷം 12 സമാപിക്കും. അരിയേറ്, ചെറിയ പാന, വലിയ പാന, തൂക്കം എന്നിവയടങ്ങുന്ന അനുഷ്ഠാനപരമായ ചടങ്ങുകളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്നത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. മാർച്ച് 9 മുതൽ 12 വരെയാണ് കളമ്പൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. അരിയേറ്, ചെറിയ പാന, വലിയ പാന, തൂക്കം എന്നിവ അടങ്ങുന്ന അനുഷ്ഠാനപരമായ ചടങ്ങുകളാണ് 4 ദിവസങ്ങളിലായി നടക്കുക. അവധി ദിവസങ്ങൾ കൂടി പാനമഹോത്സവം വരുന്നതുകൊണ്ട് വലിയൊരു ഭക്തജന തിരക്ക് ഞങ്ങൾ മുന്നമേ കാണുകയാണ്. 9-ാം തീയതി ശനിയാഴ്ചയാണ്, 10-ാം തീയതി ചെറിയ പാന ഞായറാഴ്ച ദിവസമാണ്. സാധാരണഗതിയിൽ വലിയ പാനയ്ക്കാണ് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. ഈ വർഷം ചെറിയ പാനയ്ക്ക് കൂടി പ്രത്യേകിച്ച് ഞായറാഴ്ച വന്നതുകൊണ്ട് ചെറിയ പാനയ്ക്ക് കൂടി ആ തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ കാണുന്നതിനായി 10,000 കാവിൽ എത്തിച്ചേരും. 30 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ പ്രദക്ഷിണം, ദീപാരാധന, ഉച്ചപൂജ എന്നീ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ മേളരത്നം, തിരുവാതിരക്കളി, കുട്ടികളുടെ നൃത്തങ്ങൾ, നാടകം എന്നീ കലാപരിപാടികൾ ഉണ്ടാകും. ക്ഷേത്രം ഭരണസമിതി എക്സിക്യൂട്ടീവ് ഓഫീസർ NC ശ്രീകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് MS കൃഷ്ണകുമാർ, കമ്മിറ്റി അംഗങ്ങളും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമുക്ക് ചെറിയ പാന ദിവസം സമാദരണ ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ വിഭാഗങ്ങളെയും നമ്മളിവിടെ ആദരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.